അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അക്രഡിറ്റേഷൻ ഇൻസ്പെക്ഷൻസിനെ കുറിച്ചാണ്. റെക്കഗ്നീഷൻ, അഫിലിയേഷൻ, അക്രഡിറ്റേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് കുറേ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതെന്താ നമുക്കൊന്ന് നോക്കാം. റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു പെർമിഷനാണ് എന്ത് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ടും നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കുറേ വേരിയസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി INC-യും SNC-യും ആണ്, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലുമാണ് റെക്കഗ്നിഷൻ കൊടുക്കുന്നത്. ഈ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഒഫീഷ്യൽ അപ്രൂവലാണ്. മറ്റേത് റെക്കഗ്നിഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പെർമിഷനാണ്. ആ പെർമിഷൻ അല്ലെങ്കിൽ അപ്രൂവൽ ഒഫീഷ്യൽ ആകുന്ന സമയത്താണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. ഒരു റെഗുലേറ്ററി ബോഡി ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ മിനിമം സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്തെന്നൊക്കെ നോക്കിയിട്ട് എന്താണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്രൂവൽ കൊടുക്കുന്നതാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നഴ്സിംഗ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഫിലിയേഷൻ വളരെ മാൻഡേറ്ററി ആണ്. അഫിലിയേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്രൂവലാണ് ആഫ്റ്റർ എന്താണ് റെക്കഗ്നൈസിങ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ അല്ലെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം, ആ ഒഫീഷ്യൽ ആയിട്ട് ഒരു അപ്രൂവൽ കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് അഫിലിയേഷൻ എന്ന് പറയുന്നത്. ഈ അപ്രൂവൽ കൊടുക്കുന്ന ആരാണ്? റെഗുലേറ്ററി ബോഡിയാണ്. റെക്കഗ്നീഷനിലും പെർമിഷൻ കൊടുക്കുന്ന റെഗുലേറ്ററി ബോഡി ആയിട്ടുള്ള INC-യും SNC-യും ഒക്കെയാണ്. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സർട്ടിഫിക്കേഷനാണ്. കോമ്പിറ്റൻസീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ ഉള്ള എക്സ്പെർട്ടൈസ് കണ്ടിട്ട് ആ കഴിവിനെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ സർട്ടിഫൈ ചെയ്യുന്ന ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോഡീസ് ഒന്നുമല്ല, റെഗുലേറ്ററി ബോഡീസ് ഒന്നുമല്ല, എക്സ്റ്റേണൽ ഏജൻസീസ് ആണ് ഇവിടെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. കോമ്പിറ്റൻസി ഓഫ് എ സ്പെസിഫൈഡ് ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്, ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ എക്സ്പെർട്ടൈസിൻ്റെ ഒരു കഴിവ് കണ്ടിട്ട് ഉള്ള സർട്ടിഫിക്കേഷനാണ്, എക്സ്റ്റേണൽ ഏജൻസി കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അക്രഡിറ്റേഷൻ വഴി നമുക്ക് എന്താണ്? അതൊരു ക്വാളിറ്റി അഷുറൻസ് പ്രോസസ്സാണ്. അവിടുത്തെ സർവീസസും ആക്ടിവിറ്റീസും, അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സർവീസസും ആക്ടിവിറ്റീസും ഒക്കെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ആയിട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോസസ്സാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഈ എക്സ്റ്റേണൽ ഏജൻസീസ് വരും, ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമിനെയൊക്കെ ഒരു അസസ് ചെയ്യും. എന്നിട്ട് ആ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടായിരിക്കും ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇനി അക്രഡിറ്റേഷൻ ഓഫ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇത്രയും അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ യൂണിഫോം ആയിട്ടുള്ള യൂണിഫോം ആൻഡ് സൗണ്ട് ക്വാളിറ്റിയാണ് പറയുന്നത്. സൗണ്ട് എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിറ്റി, യൂണിഫോം ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിറ്റി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഉണ്ട് എന്നുള്ളതാണ് അക്രഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അക്രഡിറ്റേഷൻ എന്താണ്? അക്കാഡമിക് ക്വാളിറ്റിയും പബ്ലിക് അക്കൗണ്ടബിലിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അക്കാഡമിക് ക്വാളിറ്റിയും പബ്ലിക് അക്കൗണ്ടബിലിറ്റിയും. പിന്നെ അക്രഡിറ്റേഷൻ ഗ്യാരണ്ടി ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ടീച്ചിങ് മെത്തേഡ്സും അക്കാഡമിക് സ്റ്റാൻഡേർഡ്സും ഇൻക്രീസ് ചെയ്തിട്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പല ടീച്ചിങ് മെത്തേഡ്സും പല അക്കാഡമിക് സ്റ്റാൻഡേർഡ്സും കൊണ്ടുവരുന്ന സമയത്ത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഓൾസോ ദ അക്കാഡമിക് ക്വാളിറ്റി വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പം നമ്മൾ അക്രഡിറ്റേഷൻ കൊടുക്കും. അക്രഡിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ യൂണിഫോം ആൻഡ് സൗണ്ട് ക്വാളിറ്റിയാണ് അക്രഡിറ്റേഷൻ ഇതാക്കുന്നത്. അപ്പം മെയിനായിട്ടും അക്രഡിറ്റേഷൻ്റെ മെയിൻ പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് സർവീസസിനകത്ത് ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന്, ക്വാളിറ്റി നല്ല രീതിയിലുണ്ട്, നല്ല ക്വാളിറ്റീസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന അക്രഡിറ്റേഷനിലൂടെയാണ്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ അക്രഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി മോണിറ്റർ ചെയ്യുകയും അതിനെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഈ അക്രഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ അക്രഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ. പിന്നെ റിക്രൂട്ട്മെൻറ്റ്, ഇതിനകത്ത് അക്രഡിറ്റേഷൻ എന്ത് എൻഷുർ ചെയ്യുന്നു? ക്വാളിഫൈഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയി മാത്രമേ ആ ഒരു ഓർഗനൈസേഷൻ ഉള്ളൂ എന്നുള്ളത് കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ എംപ്ലോയീസിന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് അക്രഡിറ്റേഷൻ വഴി. കാരണം അക്രഡിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയും സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്? സ്റ്റുഡൻസിനെ അങ്ങോട്ടേക്ക് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ ആൾക്കാർ ജോലിക്ക് വേണ്ടി വരും. പിന്നെ റെക്കഗ്നൈസസ് ബെഞ്ച് മാർക്ക് പ്രാക്ടീസ്, ഇതൊക്കെയാണ് മെയിനായിട്ടും അക്രഡിറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ്. അക്രഡിറ്റേഷൻ ഒന്നുമില്ല, അവരുടെ ഒരു സ്പെസിഫൈഡ് ഏരിയ ഓഫ് എക്സ്പെർട്ടൈസിൽ ഉള്ള കോമ്പീറ്റൻസി കണ്ടിട്ട് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ബൈ ദ എക്സ്റ്റേണൽ ഏജൻസീസ്. ആ എക്സ്റ്റേണൽ ഏജൻസീസ് എന്ത് ചെയ്യും? അസസ് ചെയ്യും ആൻഡ് കൺഫേം ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ പ്രോഗ്രാംസ് ആർ മെറ്റ് ഓർ നോട്ട്. എന്നിട്ട് അതിനനുസരിച്ചാണ് ഈ ഒരു എന്നിട്ട് ആക്ടിവിറ്റീസും സർവീസസും ഒക്കെ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട്
ആണ് ക്വാളിറ്റി അഷ്വർ ചെയ്തതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൗണ്ട് ആൻഡ് യൂണിഫോം ക്വാളിറ്റി, പിന്നെന്താണ് അക്കാദമിക് ക്വാളിറ്റി ആൻഡ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഒക്കെയാണ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അക്രഡിറ്റേഷൻ എന്ത് ഹെൽപ്പ് ചെയ്യും? ടീച്ചിങ് മെത്തേഡ്സ് ഇമ്പ്രൂവ് ചെയ്യാനും അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ഇൻക്രീസ് ചെയ്യാനും അങ്ങനെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ സർവീസസിൻ്റെയൊക്കെ ക്വാളിറ്റി ഇൻക്രീസ് ആയിരിക്കും. പിന്നെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിനെ കൊടുക്കും. റിക്രൂട്ട്മെൻറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളതും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ മാത്രമല്ല റിക്രൂട്ട് ചെയ്യത്തുള്ളൂ. ബെഞ്ച് മാർക്ക് പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഇതൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പർപ്പസ് ഓഫ് അക്രഡിറ്റേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് അക്രഡിറ്റേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ഗ്യാരണ്ടീസ് ക്വാളിറ്റി അഷ്വറൻസ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനകത്ത് ക്വാളിറ്റി അഷ്വറൻസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട്സ് ആൻഡ് റെക്കഗ്നൈസസ് എക്സലൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനകത്ത് എക്സലൻസ് പ്രൊമോട്ട് ചെയ്യുക റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അക്കാഡമിക് റെപ്യൂട്ടേഷൻ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അക്കാഡമിക് പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെ ഹാംഫുൾ ആയിട്ടുള്ള ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ പ്രഷറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ ഓൺ ഗോയിങ് ആക്ടിവിറ്റീസും സ്റ്റുഡൻസിന് ആ ആക്ടിവിറ്റീസ് കൊണ്ടൊക്കെ വല്ല ബെനിഫിറ്റ് ഉണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസിൻ്റെ പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ചുമ്മാ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെയൊക്കെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പർപ്പസസ് ഓഫ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഒന്നാമത്തേന്ന് പറയുന്നത് ക്വാളിറ്റി അഷ്വറൻസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനകത്ത് ക്വാളിറ്റി അഷ്വറൻസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ എക്സലൻസ് പ്രൊമോട്ട് ചെയ്യും റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അക്കാഡമിക് റെപ്യൂട്ടേഷൻ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ കൂട്ടുന്നുണ്ട്. അതുപോലെ അക്കാഡമിക് പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പ്രഷർ കാരണം എന്തെങ്കിലും ഹാം ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഓൺ ഗോയിങ് ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസ് നമ്മളെപ്പോലുള്ള സ്റ്റുഡൻസിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ പർപ്പസസ് ഓഫ് അക്രഡിറ്റേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നെക്സ്റ്റ് റീജിയണൽ അക്രഡിറ്റേഷൻ ഏജൻസീസ്, അതാണ് ടൈപ്സ് ഓഫ് അക്രഡിറ്റേഷൻ ഏജൻസീസ്. ടൈപ്സ് ഓഫ് അക്രഡിറ്റേഷൻ ഏജൻസീസ് എന്തൊക്കെയാണ്? റീജിയണൽ അക്രഡിറ്റേഷൻ ഏജൻസി ഉണ്ട്, നാഷണൽ അക്രഡിറ്റേഷൻ ഏജൻസി ഉണ്ട്, സ്റ്റേറ്റ് അക്രഡിറ്റേഷൻ ഏജൻസി ഉണ്ട്. നാഷണൽ സ്റ്റേറ്റ് വേണേൽ റീജിയണൽ ആയിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ റീജിയണൽ അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പറേറ്റ് ഇൻ സ്പെസിഫിക് റീജിയൻസ് ഓഫ് ദ കൺട്രി. ഒരു കൺട്രിയുടെ സ്പെസിഫിക് റീജിയൻസിൽ മാത്രമായിരിക്കും റീജിയണൽ അക്രഡിറ്റേഷൻ ഏജൻസീസ് വർക്ക് ചെയ്യുന്നത്. നാഷണൽ അക്രഡിറ്റേഷൻ ഏജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രഡിറ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ എൻറ്റയർ കൺട്രി മോർ അതോറിറ്റേറ്റീവ്. ഈ നാഷണൽ അക്രഡിറ്റേഷൻ ഏജൻസീസ് കൂടുതൽ അതോറിറ്റേറ്റീവ് ആയിരിക്കും. എൻറ്റയർ കൺട്രി ആയിരിക്കും എൻറ്റയർ കൺട്രിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനായിരിക്കും അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. സ്റ്റേറ്റ് അക്രഡിറ്റേഷൻ ഏജൻസി എന്തായിരിക്കും? ഗിവൺ ബൈ ദ സ്റ്റേറ്റ് ഏജൻസീസ് ആയിരിക്കും. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയിട്ടും സ്റ്റേറ്റ് ഏജൻസീസിന് വേണ്ടിയിട്ടും അക്രഡിറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കാൻ പേരാണ് സ്റ്റേറ്റ് അക്രഡിറ്റേഷൻ ഏജൻസീസ്. ഓക്കെ, അപ്പോൾ അക്രഡിറ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ എൻറ്റയർ കൺട്രി മോർ അതോറിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നാഷണൽ അക്രഡിറ്റേഷൻ ഏജൻസി. സ്റ്റേറ്റ് അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറയുമ്പോൾ അക്രഡിറ്റേഷൻ ഗിവൺ ടു ദ സ്റ്റേറ്റ് ഏജൻസീസ്, അക്രഡിറ്റേഷൻ ഗിവൺ ബൈ ദ സ്റ്റേറ്റ് ഏജൻസീസ് ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. പിന്നെ റീജിയണൽ അക്രഡിറ്റേഷൻ ഏജൻസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പറേറ്റ് ചെയ്ത സ്പെസിഫിക് റീജിയൻസ് ഓഫ് ദ കൺട്രി. ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് അക്രഡിറ്റേഷൻ ഏജൻസീസ്. ഇനി വേറെ അക്രഡിറ്റേഷൻ ഏജൻസീസ് ഇൻ ഇന്ത്യ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്രഡിറ്റേഷൻ ഏജൻസീസ് ഇൻ ഇന്ത്യയിലുള്ള ഏതൊക്കെയാണ്? നാക്, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, UGC കേട്ടില്ലേ, UGCയിലെ അപ്രൂവൽ എന്നൊക്കെ പറഞ്ഞിട്ട് അക്രഡിറ്റേഷൻ. അപ്പം നാക് നമുക്ക് ഒരെണ്ണം പഠിച്ചു വെക്കാം, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലാണ്. അതേ അസസ്മെൻറ്റ് ചെയ്തതിനു ശേഷമാണ് അവർ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ആൻഡ് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, പിന്നെ ഓൾ ഇന്ത്യ
ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഓൾ ഇന്ത്യ കൗൺസിലാണ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് എന്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ എലമെന്ററി എഡ്യൂക്കേഷൻ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ എലമെന്ററി എഡ്യൂക്കേഷൻ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, പിന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഉണ്ട്, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ഇതാണ് വേരിയസ് അക്രഡിറ്റേഷൻ ഏജൻസീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് ഓൺ ടു ദി എന്താണ് ക്രൈറ്റീരിയ ഫോർ അക്രഡിറ്റേഷൻ. എന്താ ക്രൈറ്റീരിയ ആണ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട്? നമുക്ക് ചുമ്മാ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കഗ്നൈസ് ആയിട്ടുള്ള ബോഡീസ് അല്ലെങ്കിൽ ജസ്റ്റ് കോമൺ ആയിട്ട് പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തിരിക്കണം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന് സ്വന്തമായിട്ട് മിഷനും വേണം. അതുപോലെ തന്നെ മിഷൻ മെയിനായിട്ടും കമ്മിറ്റ്മെന്റ് ടു ദ വെൽഫെയർ ഓഫ് ദ പബ്ലിക്കിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും. വെൽഫെയറിന്റെ ഒരു കാര്യമായിരിക്കണം മെയിനായിട്ട് മിഷനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത്. മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മിഷനിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് മിഷൻ എന്ന് പറയുന്നത്. ആ സ്റ്റെപ്സിലൂടെ നമ്മൾ എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത്? വെൽഫെയർ ഓഫ് ദ പബ്ലിക്കിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ കണ്ടക്ട്. നമുക്ക് എത്തിക്കൽ ആയിട്ടുള്ളത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഒരു സ്വഭാവം വേണം. അപ്പോൾ എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ കണ്ടക്ട് എന്ന് വെച്ചാൽ പോളിസി ടു എൻഷുർ ഫെയർ ആൻഡ് എത്തിക്കൽ ബിഹേവിയർ ഓൺ ദ പാർട്ട് ഓഫ് ഇറ്റ്സ് ഗവൺമെന്റ് ബോർഡ്, അഡ്മിനിസ്ട്രേഷൻ, ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ്. അഡ്മിനിസ്ട്രേഷൻ, ഗവേണിംഗ് ബോർഡിൻ്റെയൊക്കെ പാർട്ടായിട്ട് നല്ല രീതിയിലുള്ള എത്തിക്കൽ ആയിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ളതും ബിഹേവിയർ നമ്മൾ എൻഷുർ ചെയ്യണം. അതാണ് എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ കണ്ടക്ട് എന്ന് പറയുന്നത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇവാലുവേഷൻ നടത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫർദർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടും. അതായത് മിഷനും ഉണ്ടായിരിക്കണം. ഈ മിഷനകത്ത് എന്തൊക്കെയായിരിക്കണം? കമ്മിറ്റ്മെൻറ്റ് വിത്ത് ദ വെൽഫെയർ ഓഫ് ദ പബ്ലിക് ആയിരിക്കണം. എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ കണ്ടക്ട് ഉണ്ടായിരിക്കണം. അതായത് കുറേ പോളിസീസ് നമ്മൾ ഫോമുലേറ്റ് ചെയ്യണം. അതിനകത്ത് ഫെയർ ആൻഡ് എത്തിക്കൽ ബിഹേവിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ ഫാക്കൽറ്റി ആയിക്കോട്ടെ, അവിടുത്തെ സ്റ്റാഫ് ആയിക്കോട്ടെ, ഗവേണിംഗ് ബോഡി ആയിക്കോട്ടെ, എല്ലാവരും നല്ലൊരു എത്തിക്കൽ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ബിഹേവിയർ ആണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ കണ്ടക്ട്. ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കണം. പിന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എഫക്റ്റീവ് ആണോ എന്നുള്ളത് കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫർദർ ഇമ്പ്രൂവ്മെൻറ്റ് എടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അക്രഡിറ്റേഷൻ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഇനി ഏരിയാസ് ടു ബി അസസ്ഡ് ഫോർ ഗ്രാൻഡിങ് അക്രഡിറ്റേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മിഷനും വേണം. ഇതിനകത്ത് ഫിലോസഫിയും കൂടെ പറയുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആ ഏരിയയിലൊന്നും നമ്മൾ നോക്കണം, അവിടെയൊക്കെ പക്കയാണോ എന്നുള്ളത്. പിന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കരിക്കുലവും പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷനും ഇത്രയും ശ്രദ്ധിക്കണം. പിന്നെ ഓരോ ഫാക്കൽറ്റിയുടെ പൊസിഷൻസ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ എക്സ്പീരിയൻസ്, പിന്നെ റിസോഴ്സസ്, ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്, സ്പെഷ്യൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, സ്റ്റുഡൻറ്റ് വെൽഫെയർ സർവീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ സ്റ്റാഫ് വെൽഫെയർ ഉണ്ടെങ്കിൽ അത്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് നോംസ് പ്രകാരമാണോ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, പിന്നെ ലബോറട്ടറി ആൻഡ് ലേണിംഗ് റിസോഴ്സസ്, പിന്നെ ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം ആദ്യം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫിലോസഫിയും മിഷനും ഒക്കെ സെറ്റാക്കുക. പിന്നെ അഡ്മിനിസ്ട്രേഷനും ഓർഗനൈസേഷൻ്റെ ഏരിയസൊക്കെ ഒന്ന് നോക്കുക. കരിക്കുലം, പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻ ഒന്ന് സെറ്റാക്കുക. ഫാക്കൽറ്റിയുടെ പൊസിഷൻ, ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കണം. റിസോഴ്സസ്, ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്, സ്പെഷ്യൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, സ്റ്റുഡൻറ്റ് വെൽഫെയർ സർവീസസ്, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ഓർ പ്രോഗ്രാംസ്, പിന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നോക്കണം. ലൈബ്രറി ആൻഡ് ലേണിംഗ് റിസോഴ്സസ്, പിന്നെ ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും അക്രഡിറ്റേഷൻ്റെ ഒരു ബ്രീഫ്. ഡെഫിനിഷൻ പഠിച്ചു, വാട്ട് ആർ ദ പർപ്പസസ് പഠിച്ചു, ടൈപ്സ് പഠിച്ചു, എങ്ങനെയാണ് നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നത്, ക്രൈറ്റീരിയ പഠിച്ചു, വേരിയസ് അതർ അക്രഡിറ്റേഷൻ ബോഡീസ് ഇൻ ഇന്ത്യ നമ്മൾ പഠിച്ചു അല്ലെ. നാക് പഠിച്ചു, അതുപോലെ തന്നെ INC പഠിച്ചു, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അങ്ങനെ കുറേ പഠിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് വാട്ട് ആർ ദ ഏരിയാസ് ടു ബി അസസ്ഡ് ഫോർ ഗ്രാൻഡിങ് ദ അക്രഡിറ്റേഷൻ ഫോർ എൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും പഠിച്ചു. ഇനി നമുക്ക് നാക് പഠിക്കാം. നാക് എന്താണ്? നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ.